ഇതില് വന്നപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. ഞാനേ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് വന്നു, ഒരു സർപ്രൈസ്. അത് ഞാൻ പറയാം. പിന്നോ കൺമണി പെട്ടെന്ന് പോയോ? സ്മിതയ്ക്കൊരു കാര്യം അറിയില്ല. സ്മിതേനെ ഞെട്ടിയാനാണ്. ഇതാണ് ആ സർപ്രൈസ്. കണ്ടാ, ഇത് നമുക്ക് കിട്ടിയ പ്ലേ ബട്ടനാ. ഇത് വന്നിട്ട് കുറച്ച് ദിവസമെങ്കിലും ഞാൻ മേടിക്കാൻ പോയിരുന്നില്ല, നമ്മുടേതായ ഓരോ കാര്യങ്ങൾ കാരണം. ഇന്ന് പോയി എന്തായാലും വരാൻ പറഞ്ഞു. മേടിച്ച് വരും വഴിക്ക് ഞാൻ ഇത് ഒരു കേക്കായിട്ട് വന്നോണേ. നിങ്ങള് അമ്മാമ്മനെ വിളിച്ച് പോയിട്ട് എത്തിക്കാൻ പോയിട്ട് വിളിച്ചുകൊണ്ട് പോകണ്ടല്ലോ അവര്. അതെ, സ്മിത ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളതാ. ഇതില് വന്നപ്പോ യൂട്യൂബിൽ വന്നപ്പോഴേ ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള ഇതൊന്നും കിട്ടണം എന്നുള്ളത്. അത് കിട്ടിയില്ലേ? അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുടിച്ചോ കുട്ട, കൺമണി, ചിന്നു, നിങ്ങൾ എല്ലാവരും കൂടി അച്ചാച്ചന്റെ കൂടി ഇരുന്ന് എനിക്കൊരു സർപ്രൈസ് തന്നില്ലേ? താങ്ക് യു. അതെല്ലാത്തിനും സർപ്രൈസ്. കേക്കും കയ്യോടെ മേടിച്ചിട്ട് വന്നത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്താലോ ആദ്യം? എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് മതിയില്ല. ഉണ്ണിയോളെ പൊട്ടിച്ചിട്ട് മതി. പൊട്ടിച്ചിട്ട് മതി. ഷൈഡും പൊട്ടിച്ചോ. അങ്ങനെ പൊട്ടിച്ച് ഈ കൈകൊണ്ട് പൊട്ടിക്കണം. കുട്ടനെ അവിടെ പൊളിക്കാൻ നോക്കിട്ടില്ല കുട്ട. നമ്മളൊരു പൊട്ടുണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കവറൊക്കെ ഉണ്ട്. അതാണ് സാധനം. കണ്ട, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവര് ബട്ടൺ യൂണിക് ഫാമിലി 1,00,000 സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചത് ഈശ്വര, എനിക്ക് ചിന്തിക്കാൻ എന്താ പറയാ, എനിക്ക് അറിയണില്ല എന്താണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനായിട്ട് അറിയണില്ല കേട്ടോ. അതാണ് സത്യം. കൺമണിക്കുട്ടി, ചിന്നു കണ്ട പിടിച്ച എല്ലാവരും കൂട്ടം പിടിക്ക്. അങ്ങനെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷമായിട്ട് ഇപ്പൊ ഉണ്ടായി. എനിക്ക് അറിയണില്ല അത് കാര്യം എങ്ങനെ പറയണമെന്നൊന്നും അറിയണില്ല. ഇനി നിങ്ങള് കേക്ക് കടി കുട്ടപ്പെടുത്തണം അമ്മാമ്മ എടുത്തില്ല. അങ്ങനെ കുട്ടനും കൂടി ഇരുന്ന് കേക്ക് കഴിക്കണം കേട്ടാ.
അമ്മ മാത്രമുള്ള കൈ അടിക്കാൻ കൈ അടിക്കാൻ ചേച്ചാ അമ്മല്ല ഉണ്ണിയോട് കഴിച്ചാൽ താങ്ക് യു. അയ്യോ എന്റെ കുട്ടികളാണ് എന്നെ സ്നേഹിക്കുന്നത് നോക്കിയ അച്ചാച്ചന് ഇനി അച്ചാച്ചന് കൊടുക്കുക അച്ചാച്ചന്. ഇനി എന്റെ മക്കളെ കുട്ട കഴിച്ചു കുട്ട കടിക്ക് തിന്നു. എന്താ പറയാ എനിക്ക് അറിയണില്ല, ഒന്നും പറയാൻ അറിയണില്ല. ഇത് കഴിക്കലാണ് മെയിൻ കാര്യം. വാ കട്ടി കഴിക്ക്. ഞാൻ കട്ട് ചെയ്തേക്കാം. കുട്ടിന്റെ പ്ലേറ്റ് എടുക്കട്ടെ, അത് കയ്യിൽ നിന്നാ മതി കൂട്ടാ. എന്ത് സെക്കൻഡ് ഞങ്ങളോട് എന്തൊക്കെ പറയണ്ടേ. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ കഴിക്കാട്ടെ കഴിച്ചെന്ന് പറയട്ടെ. ഈ കേക്ക് ഉണ്ടല്ലോ നമ്മുടെ യൂണിക് ഫാമിലിയിലത്തെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കണേ. കാരണം ഇത് കഴിക്കാനായിട്ട് എനിക്ക് ഈ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും എന്താ പറയാ എന്നോടുള്ള ആ ഒരു സ്നേഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടാ. ഷായിട്ട് എല്ലാവർക്കും വേണ്ടി ഷായിട്ട് ഒരു വേട്ടം കൂടി ഒന്ന് കഴിക്കും. കൺമണി കുട്ടിക്ക് എന്താ പറയാല്ലേ, ഉണ്ണികൾക്കൊക്കെ എന്താ പറയാല്ലേ അമ്മാമിക്ക് പ്ലേ ബട്ടൺ കിട്ടിയാല്? കൺമണിക്ക് എന്താന്ന് അറിയണില്ല. ഇവർക്ക് അതിന്റെ സീരിയസ് അറിയാറായിട്ടില്ലല്ലോ, അതിന്റെയാണ്. നോക്കിതെന്തോ അല്ലേ? ആ എന്തോണാക്കിയേ പായ കൊടുക്കണ കുട്ടാ. എങ്ങനെ ഒരു കടുപിടി കടിച്ചേ, ചിന്നുമോളൊരു കടുപിടി കടിച്ചേ. അച്ഛന വലിയ വായ കൊടുക്കടാ. കൺമണിക്കുട്ടി വലിയ വായ കടിച്ചേടാ കട ഇതേപോലെ വേണല്ലേ കൺമണിക്കുട്ടി. ഇതിപ്പോ നമ്മള് എന്താ പറയാ ഞങ്ങൾ തന്നെ കേക്ക് കുറിച്ച് ഞങ്ങളെ ഏതാണ്ട് പകുതിയോളം കഴിച്ച പോലെയായി. അപ്പൊ കേക്കൊക്കെ കഴിച്ച് ഞങ്ങളിതാ പകുതിയോളം കേക്ക് ഞങ്ങളിതാ തിന്ന് തീർത്തുട്ടാ. അറിയില്ല ഇത് കിട്ടിയ സന്തോഷത്തിലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ കൈയൊക്കെ വാഷ് ചെയ്ത് ഇപ്പൊ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പ്ലേ ബട്ടണിലേക്ക് ഇല്ലേ ശരിക്കും നമ്മളിങ്ങനെ നോക്കുമ്പോഴേ നോക്കിയേ നമ്മുടെ മുഖം കണ്ണാടി പോലെ നമുക്ക് കിട്ടും. അത്രയും എന്താ പറയാ എനിക്കറിയില്ല, നല്ല മിററാണെന്ന് തോന്നുന്നുണ്ട്. ഇത് മിറർ തന്നെയാണ് പിടിപ്പിച്ചു നോക്കണേ. നന്നായിട്ട് മുഖം തെളിഞ്ഞ് കാണൂട്ടാ. പിന്നെ ഇപ്പൊ എനിക്ക് പ്ലേ ബട്ടൺ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിലേ കുട്ടാ ഞാൻ അമ്മാവ് പറഞ്ഞ ശ്രദ്ധിച്ചിരുന്നോ കേട്ടാ. ഇപ്പൊ ഈ ഒരു പ്ലേ ബട്ടൺ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ അവകാശികൾ ആരാന്ന് ചോദിച്ചാൽ ഞാനല്ല. കാരണം എന്നെ ഇവിടെ വരെ എത്തിച്ച നമ്മുടെ യൂണിക് ഫാമിലിയിലത്തെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇത് എന്റെ കയ്യിൽ നിന്ന് ഇരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത് കേട്ടാ. എന്തായാലും എനിക്ക് ആദ്യം ശരിക്കും നന്ദി പറയേണ്ടത്, ഞാന് മുന്നൊരു ചാനലില് കുക്കിംഗ് ചെയ്ത് കണ്ടിട്ട് സ്മിത ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത്. അവരാണ് എന്നെ ശരിക്കും ഈ യൂട്യൂബിലേക്ക് ഇറക്കിയത്. പിന്നെ വന്നവരൊക്കെ അതിനുശേഷം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിന്നവരാണ്. അപ്പൊ പിന്നീട് രണ്ടാമത്തെ നന്ദി പറയാനുള്ളത് എനിക്ക് അവരോടാട്ടാ. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഷായേട്ടനോടാ. കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പല ഘട്ടങ്ങളിലും ഇത് നിർത്താണ് എന്ന് പറഞ്ഞപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ കൂടുതൽ കൂടെ നിന്ന് ഇല്ല നീ എന്താ പറയാ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞതിന് കൂടെ ഏറ്റവും കൂടുതൽ നിന്നത് ഷായേട്ടനാണ്. ഷായേട്ടനോട് തന്നെയാണ് എനിക്കിപ്പോ എന്താ പറയാ എനിക്ക് അറിയില്ല കേട്ടോ ഷായേട്ടാ. കാരണം ഞാൻ എത്ര പ്രാവശ്യമാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞോണെന്ന് അറിയൂ. അപ്പോ ഇത് കിട്ടണമെന്ന് മാത്രമായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതിപ്പോ എന്റെ കയ്യിലെത്തി. ഇനി ഇതിന് കൂടുതലൊന്നും എനിക്ക് എന്താ പറയാ ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടാ. ഇത്രയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
പിന്നെ പറയാനുള്ളത്, ഇന്നിപ്പോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ബൈ പറഞ്ഞ് അവസാനിപ്പിക്കണില്ല. കാരണം എനിക്ക് എന്റെ കണ്ണൻകുട്ടിയുടെ അടുത്തേക്ക് പോകണം. കണ്ണൻകുട്ടിയോട് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇനി അവന്റെ അടുത്ത് വന്ന് അവനിത് കാട്ടി കൊടുക്കണം, ഒരു കേക്ക് മേടിച്ച് പോകണം. അപ്പൊ ഇന്ന് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോണില്ല. അതൊരു വേറൊരു ദിവസമാണ് ഞാൻ പോകണല്ലോ കേട്ടോ. കാരണം ഇന്ന് അതിനുള്ള ടൈമില്ല. അപ്പൊ അതൊക്കെയാണ് എന്റെ വിശേഷം. പിന്നെ ഞാൻ പറയാറുണ്ട്, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ എന്റെ വരുമാനം ഞാൻ 50,000 സബ്സ്ക്രൈബ് ആയ ടൈമിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതായത് എന്റെ കണ്ണൻകുട്ടീനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇന്നും ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുമ്പോഴും എനിക്ക് അതിലൊരു മാറ്റമില്ല. അവന് വേണ്ടി തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണേ കേട്ടോ. അപ്പൊ ഇനി ഉള്ള വിശേഷങ്ങളൊക്കെ എന്റെ കണ്ണൻകുട്ടിയുടെ അടുത്ത് എത്തിയിട്ടു. ലവണികളെ എല്ലാവരും ഞാൻ പറയുന്നതായിട്ട് നിശബ്ദമായിട്ടിരുന്നു. ചിന്നു താങ്ക് യു, കൺമണിക്കുട്ടി താങ്ക് യു, കുട്ടാ താങ്ക് യു. അമ്മാമ്മേന്റെ അടുത്ത് നിശബ്ദമായിട്ടിരുന്നേ ഇവര് അനങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഞാന് നമ്മുടെ ഐസ് പോട്ട് ഉണ്ടല്ലോ, ഐസ് പോട്ട് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അതിന് വേണ്ടിട്ടാണ് അവര് നിശബ്ദരായിട്ടിരിക്കുന്നത്. ആണോടെ കുട്ടാ? അതെ. അമ്മാവ് ചോദിച്ചു, അമ്മാവ് പറയുന്നത് കേട്ടിരുന്താണ്. അപ്പൊ നമ്മ ആ ചാച്ച മേടിച്ചോണ്ടട്ടെ പറയേ. ഞങ്ങളിപ്പോ കഴിക്കുന്നു പറ. അത് കാണിക്കണ ഇതില് കുട്ടനെ ഐസ് കൂട്ട് കഴിക്കുന്നത് കാണിക്കണ. അപ്പൊ ഞങ്ങൾ അച്ചാച്ചത് മേടിച്ചു കൊണ്ടിരുമ്പോ അത് കഴിക്കുന്നത് കാണിക്കൂട്ടാ. എല്ലാവരും അവർക്ക് പറ്റിയ ഫ്ലേവറുകളാ പറയണേ. കൺമണി റോസ് ചിന്നു കൊടുക്കൂ. ഏത് റോസ് തന്നെ മതി. കുട്ടനോ? ഓറിയോ. ശരി. ഇതൊക്കെ മുറിച്ച് കഴിച്ചോ? അവനെ കൊണ്ടുണ്ട്. ഇവർക്ക് ഇവനെ ധൃതി കൂടി. കണ്ട നമ്മുടെ ഐസ് പോട്ടിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഓറിയോ കൺമണിക്ക് റോസ്, റോസ് വേറെ ഓറിയോ ആണ്. ഇത് സേവിയ. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറുണ്ട് ഇന്ദുവിന് ഒരു സേമിയ. സേമിയ ഞാൻ വിളിച്ച. നമ്മുടെ കടയിലേക്ക് എല്ലാവരും പോയിരിക്കണം കേട്ടാ. വീട് ക്ഷണിച്ചിരിക്കാണ്. ഐസ് പോട്ടിന്റെ സേമിയ ഭയങ്കര രസാ. ഉണ്ണടക്ക് നോക്ക്, അവിടെ നോക്ക് എന്താ നോക്ക് അവിടെ കോലി. ഇതിലെ ടേസ്റ്റ് നോക്കണം കുട്ടനെ, നോക്കിക്കേ. ഇതേപോലെയാ നമ്മുടെ കടകളിൽ വന്നാലും പിള്ളേരുകള് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കും പലതരം മേടിച്ചിട്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് ഇനി നമ്മളെ കാണാം. കണ്ണുകുട്ടിയുടെ അടുത്ത് എത്തിച്ചാണ് കാണാം. അതിന് മുന്നേ ചിലപ്പോ പോകുമ്പോഴത്തെ ചില കാര്യങ്ങളും കൂടി ചിലപ്പോ കാണൂട്ടാ. വൈ പറഞ്ഞേ. അപ്പൊ നമ്മള് എന്താ കണ്ണുകുട്ടിയുടെ അടുത്തേക്ക് പോവാട്ടാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ അവിടെ കുറച്ച് ചീരക്ക് ഇപ്പൊ നന്നായി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാന് എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കണ്ണന് ചോപ്പിച്ചീര. അപ്പൊ പച്ചച്ചീരയും ചോപ്പിച്ചീരയും ഒക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വന്നു വെച്ചു. നമ്മുടെ ചീരകളൊക്കെ
തന്നെ മുളയ്ക്കണ കാരണമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇവിടെ നമ്മൾ വഴുതിനൊക്കെ വെച്ച് നോക്കണത്. എന്നിട്ട് പോലെ അതിൻ്റെ ഇടയിൽ തന്നെ മുളച്ചിരുന്ന ചീരകൾ നോക്കി ഇനി ഇവിടുന്ന് ചോപ്പിച്ചില്ല അരി. പോണ നേരത്തെ എന്താ അരിഞ്ഞേ അത്രയും ഫ്രഷ് ആയിട്ട് നിൽക്കുമല്ലോ. അപ്പൊ നമുക്ക് പോവാട്ടാ. അപ്പൊ നമ്മള് പോകും വഴിക്ക് തന്നെ ഇതാ ഒരു ബാറ്ററിയിൽ കയറി കേക്കൊക്കെ ഞാൻ മേടിച്ചു വിട്ടാ. അപ്പൊ ഞാൻ വല്ലോ നോക്കി കണ്ണൻകുട്ടി അനിയൻകുട്ടിക്ക് ഏറിയത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടാ. ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരെങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് കണ്ണന് കാട്ടിൽ അമ്മ കൊണ്ടിട്ടുള്ളത്. അമ്മക്ക് യൂട്യൂബിൽ കിട്ടിയിട്ടുള്ളത്. ഇതകത്ത് കൊണ്ടുവച്ചിട്ട് എന്റെ കണ്ണൻകുട്ടി കാട്ടി തരാം. കേക്ക് അച്ഛ കൊണ്ടുവച്ചാൽ തന്ന പതുക്കെ പതുക്കെ മാമനെ വിളിക്കുന്ന ഷായിട്ട് വീഡിയോ പിടിക്കണ്ടല്ലോ. അപ്പൊ മാമനായിട്ടുള്ള സന്തോഷത്തെ കണ്ണുകുട്ടിയുടെ മുഖത്ത് മൈക്കാദ്യം കണ്ണനമ്മ തെറ്റമ്മായി അച്ഛനും അമ്മയുടെ പറയാലോ എന്റെ കണ്ണുകുട്ടിക്ക്. അമ്മയുടെ ഇരിക്കട്ടെ എന്റെ കണ്ണന്. എന്നിട്ട് അമ്മായി കസരിട്ടിരിക്കട്ടെ. അമ്മായിക്ക് യൂട്യൂബിന് കിട്ടിയത് തുറന്നു കാട്ടിയല്ലേ കണ്ണനെ? എന്താന്ന് കാണണ്ടേ? അച്ഛന് കാണണ്ടേ? കാട്ടില്ല കേട്ടോ അമ്മായി. ഞാൻ വിളിച്ചേ അമ്മായി മറന്നു. ഇതാണ് കണ്ണ അമ്മായിക്ക് കിട്ടിയത്. എന്റെ മോന്റെ മുഖം കാണൂട്ടതില്ലേ? നോക്കിയേ കണ്ണണ്ട. കണ്ണന്റെയും അമ്മായിയുടെ മുഖം ഒരുമിച്ച് കാട്ടുന്നത്. നമ്മളെ എത്ര പേരുണ്ട് കണ്ണണ്ട? കണ്ണ പിടിച്ചേക്ക തൊട്ട് നോക്കിയ എന്റെ മോൻ തൊട്ട് പിടിച്ചേക്ക. അങ്ങനെ കണ്ട ഇതെന്താ പറയാ കണ്ണ? ഇത് നമ്മുടെ കണ്ണാടിയെ കണ്ട അതാണ് മുഖം കാണുന്നേട്ടാ. നല്ല ഭംഗിയില്ലേ? ഇനി അമ്മ ഇത് കവറിലേക്ക് വെക്കട്ടെ. അച്ഛൻ തൊടണ തൊട്ടച്ചു അച്ഛൻ പിടിച്ചു. നോക്കിത് അച്ഛന് നല്ല ഇഷ്ടമല്ലേ? ഇനി അമ്മ ഇത് കവറിൽ വെക്കാം. കത്തിണ്ടല്ലേ? പുറത്തേക്ക് എടുക്കട്ടെ. ഇഷ്ടായി കണ്ടില്ലേ? ഇത് വെങ്കേജ് നോക്കണേ യൂട്യൂബ് കണ്ടാ? ഇഷ്ടായി പൊന്നെ? ഇഷ്ടായി. മുറിക്ക നമുക്ക് അച്ചു പിടിക്ക. എവിടെ എന്റെ കണ്ണുകുട്ടിയുടെ കൈ? അയ്യോ അമ്മയുടെ കണ്ണ. അമ്മ ഇത്രയും പിടിക്കുള്ളൂ കേട്ടോ. എണ്ണ കട്ടിയാട്ടെ നമുക്ക്. അപ്പൊ ഞങ്ങള് കേക്ക് കട്ടിയിട്ട് കേട്ടാ. അങ്ങനെ അയ്യോ ഒരു അമ്മയ്ക്ക് അങ്ങനെ
ഞാൻ എടുത്തരാട്ടാ. ഹായ് കട തോപ്പ് കേക്കാം ആർക്കാദ്യ അയ്യോ എന്നെ മോനെ അയ്യോ ഇല്ല ഇല്ല ചോപ്പ് കേക്കടാ കണ്ണ രസണ്ടാ രസം തെറ്റേ ചോപ്പ് കേക്കാം. ഓ ഇവിടെ ഒരാളിരിക്കണ നോക്കിയേ. അപ്പൊ അച്ഛനമ്മേനെ വിളിക്കട്ടെ? വിളിക്ക്. എവിടെയാ? കണ്ണൻകുട്ടിയുടെ അച്ഛനമ്മേനെ അറിയാലോ. നമ്മൾ പല കണ്ണനെ കാണിക്കുന്നൊക്കെ ഉണ്ടാവും. എന്റെ അനിയത്തി അപ്പൊ നീ കട്ട് ചെയ്തിട്ട് എന്റെ കൈ വേടാ നീ കട്ട് ചെയ്തിട്ട്. ഹായ് അടിപൊളി കേക്കാം. കട തോപ്പ് കേക്കാം അടിപൊളി കേക്കാം. കടിച്ചിട്ട് നോക്കട്ടാ. ഇതൊക്കെ തോപ്പ് കേക്കാം. നല്ല ടേസ്റ്റ് കേൾക്കണ്ട നമ്മുടെ. അപ്പൊ ഞങ്ങള് കൊന്നു മുറിച്ച് എന്റെ കണ്ണുകുട്ടിക്ക് നല്ല സന്തോഷമില്ലേ? ഇഷ്ടായില്ലേ? ചോപ്പ് കേക്കാം ഇഷ്ടം. ഞാൻ മുറിക്കിട്ടാ മതി. കാണാൻ അടിപൊളിയാ തോപ്പ് കേക്കാം. അടിപൊളിയല്ലേ? അപ്പൊ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷം കണ്ണൻകുട്ടിയുടെ കൂടെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചു കേട്ടാ. അപ്പൊ പിന്നെ എന്താ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടാ. എന്റെ കണ്ണുമാട്ട സന്തോഷം നോക്കിയ